നമസ്കാരം. RPF എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റീസണിങ്ങിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ ടോപ്പിക് വൈസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫിഗർ കംപ്ലീഷൻ ആൻഡ് ഹിഡൻ ഫിഗർ ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. അപ്പം നേരത്തെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഫിഗർ കംപ്ലീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ രണ്ട് ടോപ്പിക്കും ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഫിഗർ കംപ്ലീഷൻ നോക്കാം. അപ്പോൾ ഫിഗർ കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഫിഗർ കംപ്ലീഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ഫിഗറിനകത്ത് തന്നെ അതിനകത്ത് കുറച്ച് സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും 3 സെക്ഷൻ അവർ ഫില്ല് ചെയ്തിട്ട് അടുത്തത് എന്ത് വരും, ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ തന്നിട്ട് ഇവിടെ എന്ത് വരും, ഈ ഭാഗത്ത് എന്ത് വരും, ഈ രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. നമ്മുടെ ലോജിക്ക് വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഏതാണ് ആൻസർ വരുന്നത് നിങ്ങൾക്ക് അറിയപ്പെടുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു ഓപ്ഷൻ, ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ടുള്ള ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഫിഗർ കംപ്ലീഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, RPFൻ്റെ SIക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഈ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് സ്യൂട്ടബിളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണെന്നാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മളെപ്പോഴും പടം ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ആണെങ്കിൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഇപ്പോൾ നമുക്ക് എന്തായാലും ഓപ്ഷൻ സിയും ഡിയും അല്ല എന്നുള്ളത് ആദ്യം തന്നെ നോക്കുമ്പോൾ തന്നെ ഉറപ്പിക്കാം, കാരണം അവ രണ്ടും അല്ല. ഇനി എയിലും ബിയിലും ഏതാണെന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചെടുക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻ എ ആണോ ബി ആണോ എന്നുള്ളത് ആലോചിച്ചെടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ മേളിലുള്ള ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് രീതിയിലാണ് താഴെ വരും, മനസ്സിലായി. അപ്പോൾ ഇവിടെ നാട് ട്രയാങ്കിളിൻ്റെ ഒരു കോർണർ ഈ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പം ഓപ്ഷൻ എ കിടക്കുന്ന ഫിഗറാണ് കറക്റ്റ്, അതായത് ഈ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ഫിഗർ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഇവിടെ നോക്കുക, നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഓപ്ഷൻ്റെ നമ്പരും ആ ഫിഗറിൻ്റെ ആൽഫബറ്റും സെപ്പറേറ്റ് ആണ്. അതായത് ഇവിടെ ഓപ്ഷൻ എ ആയിട്ട് വന്നിരിക്കുന്ന ഡി, ബി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ എപ്പോഴും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ എ ആണ്, അത് വരുന്ന ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും എക്സാമിന് ചെയ്യുമ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. ആ ഒരു ഓപ്ഷൻ അവരങ്ങനെ ഓർഡർ മാറ്റി കൊടുക്കും, അത് കറക്റ്റായിട്ട് നോക്കി എടുക്കുക. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ? ഞാൻ ഉദ്ദേശിച്ചത് ഫിഗർ എ തന്നെയാണ്, ഓപ്ഷന് വരുമ്പോൾ അത് ഡി ആകുമെന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ നമ്മുടെ ദിശ അക്കാഡമി, ദിശ ആപ്പ് വഴിയായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതും RPFൻ്റെ തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, ഇതിനകത്ത് നമുക്ക് ഇവിടെ ഏത് ഫിഗർ വന്നാലാണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്ഷന് നോക്കിയാൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഇത് രണ്ടും ഏകദേശം കറക്റ്റായിട്ട് വരുന്ന ആൻസേഴ്സ് ആണ്. എയും ഡിയും അല്ല എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ അതിൽ വീണ്ടും ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുക. അവിടെ എങ്ങനെയാണ്, അതാണ്ട് ഈ ഭാഗത്ത് ആ ഒരു സെമി സർക്കിളിൻ്റെ പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ലൈന് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ലൈന് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്, നമ്മൾ ആ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസറായിട്ട് എടുക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരും. ക്ലിയർ ആയ ഓപ്ഷൻ ബി ആണ്. ഇവിടെ സി എന്നുള്ളത് ടച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് എടുക്കാത്ത. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസറായിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്ന ആ ഒരു പോർഷൻ അത് നമുക്ക് ചരിഞ്ഞുള്ള രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ അത് നൂത്ത് വെക്കുമ്പോൾ നേരെ ഇരിക്കുമ്പോൾ ഉള്ള രീതിയിലാണ് ഓപ്ഷന് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ നോക്കിയിട്ടെടുക്കുക. ഇത് നമ്മുടെ ഏത് ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ ചരിച്ച് പ്ലേസ് ചെയ്യുമ്പോഴാണ് സ്യൂട്ടബിളായിട്ട് മാറുന്നതെന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്താൽ പറ്റത്തില്ല, കാരണം അതിന് നമ്മൾ ട്രയാങ്കിളിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരണം, ഇവിടെ ഇങ്ങനെ ഫില്ലാണ്. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ അതെങ്ങനെ കിടക്കുന്നു, അത് ഓപ്ഷനിൽ അത് വേറെ രീതിയിലാണ് കിടക്കുന്നത്. അത് നേരെ വെച്ചേക്കുന്ന രീതിയിലാണ് ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നോക്കുക. അതുകൊണ്ട് ഇങ്ങനെയാണല്ലോ വരണ്ടേ, നിങ്ങൾക്കതിങ്ങനെ മാറ്റി വരച്ച് നോക്കാമെന്നുള്ളതാണ്. ഈ ട്രയാങ്കിൾ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നു, ഈ ലൈൻ ഇങ്ങോട്ട് ഫില്ലാവണം, ഇങ്ങോട്ട് വന്ന് മുട്ടണം, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ലൈൻ വരികയെന്നാണ്. ഓക്കെ, ഇത് നമ്മൾ നൂത്ത് വെക്കുമ്പോൾ ഏത് ഓപ്ഷനുമായിട്ടാണ് സിമിലാരിറ്റി വരുന്നത്, ഓപ്ഷൻ സിയു ആയിട്ടാണ്. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മാറിപ്പോകരുത്, ഓപ്ഷൻ സി ആണ്. അവിടെ ആ ഒരു ഫിഗറിൻ്റെ എപ്പോഴും അതുപോലെ ശ്രദ്ധിക്കുക, ആ ഒരു ഫിഗർ അവർ നേരെ വെച്ചേക്കുന്ന രീതിയിലാണ് ഓപ്ഷൻ തന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസറായിട്ട് വരും. ഇതും RPFൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നേരത്തെ RPFന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കൊണ്ട് പോവുക. അപ്പം നേരെ തന്നെ ഓപ്ഷന് വരണമെന്നില്ല, ആ ഫിഗർ
സോറി ക്വസ്റ്റ്യൻ എങ്ങനെ കിടക്കുന്നു അതേപോലെ ഓപ്ഷന് വരണമെന്നില്ല, അത് നേരെ വെച്ചോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ വെച്ചിട്ടും ചോദിക്കാം. അപ്പോൾ അത് നോക്കി എടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ പ്രത്യേകത വെച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ വരുന്നത്. വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഏകദേശം സിമിലർ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഒന്നുകൂടെ അത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ അതിനകത്ത് കിടക്കുന്ന ആ ഒരു സർക്കിളിനകത്തുള്ള ലൈൻ അതാണ്ട് ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് വരേണ്ടത്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ വരുന്നത് ഏതിനകത്താണ്? ഓപ്ഷൻ എയ്ക്കകത്താണ്. കാരണം ബിയിലാണെങ്കിൽ അത് സ്ലാൻഡഡ് ലൈനാണ്. അപ്പോൾ ഏതാണ്? ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെയും ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ഒരു ഭാഗം അവിടെ റീപ്ലേസ് ചെയ്യാനാണ്. ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് നോക്കാനാണ്. അപ്പോൾ ഇവിടെയും ഒന്ന് സൂക്ഷിച്ച് നോക്കുക. കുറച്ചും കൂടി ഓപ്ഷൻസ് എല്ലാം നല്ല ക്ലോസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചെടുക്കുക, ഇല്ലെങ്കിൽ നെഗറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. വളരെ സൂക്ഷ്മതയോടെ വേണം നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവിടെ ഒരു ഷെയ്ഡിങ് ഉണ്ട്. അപ്പോൾ ആ ഷെയ്ഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് നോക്കിയാൽ, ആ ഷെയ്ഡിങ് വരുന്ന നോക്കിയാൽ ഇവിടെ താണ്ട് ഇവിടെ രണ്ട് ഷെയ്ഡിങ്ങൾ ചേർന്ന് നിൽക്കണം. അതായത് നമുക്ക് ഇവിടെ വരേണ്ട ആൻസറിനകത്തും ആ ഒരു സർക്കിളിനകത്ത് ഷെയ്ഡിങ് ഇവിടെ ചേർന്ന് നിൽക്കണം. അതായത് ഈ പോർഷനിൽ നമ്മുടെ ആൻസറിനകത്ത്, ഇപ്പോൾ ആൻസറിൻ്റെ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഈ ഒരു സർക്കിളിൻ്റെ പോർഷനിൽ ഇവിടാണ് ഷെയ്ഡിങ് വരേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ആ പ്രത്യേകത ആദ്യം നോക്കിയതുകൊണ്ട് എനിക്ക് ആരെയൊക്കെ എലിമിനേറ്റ് ചെയ്യാം, ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ 2 മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം അത് ബാക്കി 3 ഓപ്ഷനിലും അത് കറക്റ്റാണ്. ഓക്കെ, ഇത് വീണ്ടും ഏതെങ്കിലും ഒരു പ്രത്യേകതയിലേക്ക് നിങ്ങൾ നോക്കിയാൽ, ഇനി ഈ ഷെയ്ഡിങ് ആണ് നോക്കുന്നതെങ്കിൽ അത് എവിടെ വരണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആൻസറിനനുസരിച്ചാണെങ്കിൽ ആ ഷെയ്ഡിങ്, ഇങ്ങനെ ഒരു ലൈനുണ്ട്, ആ ഷെയ്ഡിങ് ദാണ്ട് ഇവിടെ ഈ രണ്ട് ഫിഗേഴ്സിനെ കമ്പയർ ചെയ്താൽ ദാണ്ട് ഇവിടെ ഇങ്ങനെയാണ് ഷെയ്ഡിങ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഷെയ്ഡിങ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെയും ഏത് സൈഡിലാണ്? ഇവിടാണ് ഷെയ്ഡിങ് വരേണ്ടത്. ക്ലിയർ ആയോ? ഇവിടാണ് ഷെയ്ഡിങ് വരേണ്ടതെങ്കിൽ വീണ്ടും ഓപ്ഷനിലേക്ക് നോക്കിയാൽ ആരെ എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ 3യും എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ ഈ ലൈൻ മുട്ടിച്ചിട്ടുണ്ട്, ഇവിടെ ആ ലൈൻ മുട്ടിച്ചിട്ടില്ല. അപ്പോൾ ഏതാണ് കറക്റ്റ്? ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ മുട്ടി നിൽക്കണം, ആ ഡയഗണലിൽ വന്ന് മുട്ടി നിൽക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പം ഫസ്റ്റ് ഓപ്ഷനാണ് ഫൈനൽ ആൻസറായിട്ട് വരും. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടെ വേണം നമ്മൾ നോക്കാൻ. അപ്പോൾ ആ ഒരു ചെറിയ ലൈന് വരെയാണ് അവർ ചേഞ്ച് വരുത്തുന്നത്. അപ്പം ഇവിടെ ഈ 4ാമത്തെ ഓപ്ഷൻ ആദ്യം വന്നിരുന്നുവെങ്കിൽ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്ത് പോകും. പക്ഷേ ഈ ലൈനിൻ്റെ കാര്യം നോക്കത്തില്ല. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടെ, കാരണം അത്രയും ക്ലോസ് ആയിട്ടാണ് ഓപ്ഷൻസ് വരുന്നതെങ്കിൽ അത്രയും സൂക്ഷ്മതയോടെ നമ്മൾ നോക്കിയാലേ ആൻസർ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നെഗറ്റീവ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതോടെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കാം. ഓക്കെ, അടുത്ത ഇനി ഹിഡൻ ഫിഗർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എംബഡഡ് ഫിഗർ എന്നായിരിക്കും. അപ്പോൾ ആ എംബഡഡ് എന്നുള്ളതിൻ്റെ മീനിങ് ഹിഡൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ഫിഗർ തന്നിട്ട് ഓപ്ഷനിൽ ഏത് ഓപ്ഷനിലാണ് ആ ഫിഗർ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചോദിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷനിലുള്ള ഏത് ഫിഗറാണ് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലാണ് ഹിഡൻ ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ഏത് ഓപ്ഷനിലാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ക്വസ്റ്റ്യന് തന്നേക്കുന്ന ഫിഗർ ഏത് ഓപ്ഷനിലാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് കിട്ടിക്കാണും. എവിടെയാണ്? ഓപ്ഷൻ സിയിലാണ്. ക്ലിയർ ആയ? ഓപ്ഷൻ സിയിലാണ്. ഞാനിവിടെ അത് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് ദാണ്ട് ആ ഒരു ഫിഗർ കറക്റ്റായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ സിയിലാണ്. ദാണ്ട് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് അവിടെ വരുന്നത്. ഓപ്ഷൻ സിയിലാണ് അവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, സ്പോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഹിഡൻ ഫിഗർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഒരു കാര്യമോടെ നോക്കി, ഇവിടെ ഒരു കാര്യമോടെ ഞാൻ പറയാൻ വിട്ടു. എന്താണ്? റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ്. അതായത് ഈ തന്നേക്കുന്ന ഫിഗറിനെ റൊട്ടേറ്റ് ചെയ്തെടുത്ത് കണ്ടുപിടിക്കരുത്. ക്ലിയർ ആ? ചിലപ്പോൾ ഇതിനെ നമ്മൾ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഓപ്ഷനിൽ വരാനുള്ള സാധ്യത ഉണ്ട്, വരാം. പക്ഷെ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യരുത്, അത് ആൻസറായിട്ട് എടുക്കരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് എങ്ങനെയാണോ കിടക്കുന്നത്, ഇത് ഏത് ഓറിയൻറ്റേഷനിലാണോ കിടക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ഓപ്ഷനിൽ വരുന്ന രീതിയിൽ നോക്കുക. ക്ലിയർ ആ? ഇപ്പോൾ റൊട്ടേഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ വന്നാൽ അത് ആൻസറായിട്ട് എടുത്താൽ അത് തെറ്റാണെന്നുള്ള കാര്യം നിങ്ങളെപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഇനി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ആദ്യമേ റൊട്ടേറ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ 4 ഓപ്ഷൻ നോക്കുക. ഈ 4 ഓപ്ഷനിലും വരുന്നില്ല എങ്കിൽ മാത്രം എന്ത് ചെയ്യുക, റൊട്ടേഷൻ വരുന്ന രീതിയിൽ നോക്കിയാൽ മതി. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ, റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ സൂക്ഷ്മതയോടെ നോക്കിയാൽ ഇപ്പോൾ 1ാമത്തെ ഓപ്ഷനിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്.
പക്ഷെ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല കറക്റ്റ്, രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയായിരുന്നു, ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കണ്ടോ, ഈ ഒരു എക്സ്റ്റൻഷൻ കണ്ടോ, ഈ ഒരു ലൈനിൻ്റെ എക്സ്റ്റൻഷൻ, അത് വെച്ചിട്ടാണ് ആൻസർ മാറേണ്ടത്. ഈ ഒരു എക്സ്റ്റൻഷനാണ് അത് നമ്മുടെ ആദ്യം എടുത്ത ഓപ്ഷൻ. ഇതാണ് ഇവിടെ ആ എക്സ്റ്റൻഷൻ വരുന്നില്ല, ക്ലിയർ ആയി. പക്ഷേ രണ്ടാമത്തെ ഓപ്ഷനിൽ കണ്ടതാണ് ഇവിടെ ആ എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടെ നോക്കുക. രണ്ടാമത്തെ ഓപ്ഷനാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്, സെക്കൻഡ് ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ എക്സ്റ്റൻഷനാണ് അവിടെ ആ ഒരു ഓപ്ഷൻ മാറുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെയും റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ്. നോക്കുക ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ നേരത്തെ എഴുതുന്ന വ്യത്യാസമാണ്. എന്താണ്? സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ ഗിവൺ ഫിഗർ ഈസ് എംബഡഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഇവിടെ ക്വസ്റ്റ്യനകത്ത് മിസ്റ്റേക്ക് വന്നതാണ്. ഏത് ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യനെ ഐഡിയ ചെയ്ത് വെച്ചേക്കുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനകത്ത് മിസ്റ്റേക്ക് വന്നതാണ്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ സെലക്ട് ദി ഓപ്ഷൻ വിച്ച് ഈസ് എംബഡഡ് ഇൻ ദ ഗിവൺ ഫിഗർ എന്നാണ്. ക്ലിയർ ആയ? ഇതിൽ ഏത് ഓപ്ഷനാണ് ഈ ഫിഗറിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അവിടെ റൊട്ടേഷൻ നോട്ട് അലൗഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഏത് ഓപ്ഷനാണ് ഈ ഫിഗറിൽ ഹൈഡ് ചെയ്തിരിക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയ? ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഇപ്പോൾ ഓരോരോ ഓപ്ഷനായിട്ട് നോക്കിയാൽ മതി. ഓപ്ഷൻ എ നോക്കിയാൽ ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ ബി എടുക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ട്, ഇവിടെയാണ് വരുന്നത്, ഇങ്ങനെ വരും. ക്ലിയർ ആണ്? ഇങ്ങനെ അത് നമുക്ക് അവിടെ കറക്റ്റായിട്ട് അത് സ്പോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ വരും. ക്ലിയർ ആ? ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇപ്പോൾ ഈ രീതിയിൽ വരുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ്. ഇനി സി നോക്കിയാൽ സി വരില്ല, ഡി നോക്കിയാൽ ഡിയും വരില്ല. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയ? ഓപ്ഷൻ ബി തന്നെയാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ സി വരില്ല എന്ന് ചിലർക്ക് ഡൗട്ട് തോന്നാം. ഓപ്ഷൻ സി വരില്ല എന്ന് തോന്നാം. കാരണം എന്താണ്? ഇവിടെ ഇങ്ങനെ വരയ്ക്കാമെങ്കിൽ ഓപ്ഷൻ സി വരത്തില്ല എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. ഓപ്ഷൻ സി ഇങ്ങനെ എടുത്താൽ ഓപ്ഷൻ സി വരില്ലേ? പക്ഷേ അത് എടുക്കാഞ്ഞതിൻ്റെ കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി വെളിയിലൊരു ബോക്സ് തന്നിട്ടുണ്ട്. ക്ലിയർ ആണ്? ഇങ്ങനെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഈ ബോക്സാണ്, ഈ വെളിയിലത്തെ ബോക്സാണ് നമ്മുടെ ഈ വെളിയിലത്താണ്ട് ഈ ലൈനായിട്ട് വരേണ്ടത്. ക്ലിയർ ആയി? ഈ ലൈനായിട്ട് വരേണ്ടത്. അപ്പോൾ അതിനകത്ത് വീണ്ടും മനസ്സിലായി, ഇതിനകത്ത് വീണ്ടും ഇത്രയും ഷേപ്പ് വരണം. അപ്പോൾ അത് നമുക്ക് വരച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ ബോക്സ്, ഈ ലൈൻ നമ്മുടെ ഔട്ടർ ലൈനായിട്ട് കൺസിഡർ ചെയ്താലേ അത് കറക്റ്റ് ആവും. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ഔട്ടർ ലൈനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എന്ത് വരില്ല? ഓപ്ഷൻ സി വരില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി തന്നെയാണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് ഒന്നുകൂടെ വരയ്ക്കാം. ഇങ്ങനെയാണ് ഓപ്ഷൻ ബി ആണ്, ഇങ്ങനെ വരും. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയതുകൊണ്ട് ഇങ്ങനെ ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെയും സെലക്ട് ദി ഓപ്ഷൻ ഫിഗർ വിച്ച് ഈസ് എംബഡഡ് ഇൻ ദ ഗിവൺ ഫിഗർ. ഈ ഫിഗറിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ എന്ത് ചെയ്യുക? ഓരോരോ ഓപ്ഷനായിട്ട് നോക്കുക. ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ആദ്യത്തെ ഓപ്ഷൻ നോക്കി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ലൈൻസ് വരുന്നില്ല. ഓപ്ഷൻ ബി നോക്കുക. ഓപ്ഷൻ ബി നോക്കിയാൽ ഇങ്ങനെയും വരുന്നില്ല. ഓപ്ഷൻ സി നോക്കുക, വരുന്നില്ല. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. ഇത് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഇവിടുന്ന് അത് സ്പോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നാലാമത്തെ ഓപ്ഷനാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഹിഡൻ ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഇത് RPF-ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓരോരോ ഓപ്ഷനായിട്ട് നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ല, തേർഡ് ഓപ്ഷനാണ്. തേർഡ് ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അത് സ്പോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ അത് വരുന്നുണ്ട്. ദാണ്ട് ഈ രീതിയിലാണ്. ദാണ്ട് ഞാൻ കാണിക്കാതെ എന്താണ് ഇങ്ങനെ നമുക്കത് വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് ആ ഒരു ഓപ്ഷന് ചോദിച്ചേക്കുന്ന ആ ഒരു ഫിഗർ വരുന്നത്. ഓപ്ഷന് തന്നേക്കുന്ന ഫിഗർ ദാണ്ട് ഇവിടെ സ്പോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇവിടെ കൊടുക്കുമ്പോൾ ഡി ആയിട്ട് വരും. സി എന്നുള്ള ഫിഗറാണ് കറക്റ്റ്. ഓക്കെ, ബാക്കി 3 ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ അത് നമുക്ക് അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓപ്ഷൻ സി ആണ്. ദാണ്ട് ഇങ്ങനെയാണ് ആ ഒരു ലൈൻ വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ 2 ടോപ്പിക്കാണ്, ഒന്ന് ഫിഗർ കംപ്ലീഷൻ, ഒന്ന് ഹിഡൻ ഫിഗർ. ഈ 2 ടോപ്പിക്കും വളരെ എളുപ്പമാണ്. നമ്മുടെ ഒരു ഒബ്സർവേഷനാണ്. വളരെ എളുപ്പം റീസണിങ് ചെയ്യാൻ പറ്റുന്ന 2 ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മാർക്കൊന്നും മിസ് ചെയ്യരുത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഹിഡൻ ഫിഗർ ആണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ഓപ്ഷനിൽ ഏതിലാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഓപ്ഷനിൽ ഏത് ഫിഗറാണ് അതിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഒബ്സർവേഷനാണ്, സൂക്ഷ്മതയോടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.